ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ കഴിക്കാനും പറ്റും, കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ സാമ്പാർ സാദമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാടൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി, പച്ചരി ആയാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ റേഷൻ അരി കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ പച്ചരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ഈ കയ്യിൽ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പം നമ്മൾ സാമ്പാറും ചോറും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ താളിക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാർ സാദത്തിലേക്ക് താളിക്കാനുള്ള സാധനങ്ങൾ എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വെറും ഓയിലിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ സാമ്പാറെല്ലാം ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് വിഷമിക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ കാലിയായിക്കോളും. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ലേശം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽ മുളകും കുറച്ച് നിലക്കടലയും കാഷ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും കൂടി അതിൻ്റെ അകത്ത് കിടക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ചുമക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ സാദം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ഇന്ന് പഴുത്ത മാമ്പഴമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ. എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ തരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ. കൂടെ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണം. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പിയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു.